അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പൊരിയാക്കുന്നത് സമൂസയാണ്. അപ്പോൾ സമൂസക്കുള്ള ചിക്കന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓയിലിൽ തന്നെ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാബേജ്, ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഈ ഒരു ചിക്കന് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ചെറിയ പീസാക്കി ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഫ്രോസൺ ഗ്രീൻ പീസും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇതിൽ മസാലയായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാല, അതുപോലെ തന്നെ കുരുമുളകിൻ്റെ പൊടി, ഇതെല്ലാം കൂടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനും കൂടി ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്താൽ നമ്മുടെ ഈ ഒരു നല്ല ടേസ്റ്റുള്ളൊരു അടിപൊളി മസാലയാണ്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലേൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് സമൂസ മടക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് മൈദ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം, ഷീറ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഓരോരോ ഷീറ്റായിട്ട് എടുത്ത് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ കൂടുതൽ മസാല ആക്കി വെച്ചാൽ നമുക്ക് 2-3 ദിവസത്തേക്ക് ഫ്രീസറിൽ വെച്ചാൽ മതി. നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ അങ്ങ് മടക്കി നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം. നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു സമൂസ ഷീറ്റിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് റെഡിയാക്കാൻ. അപ്പോൾ പൊരികൾ എല്ലാ ദിവസവും ആക്കും. അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ പൊരി എല്ലാ ദിവസവും ഉണ്ടാക്കിയെടുക്കും. 2 തരം പൊരി എല്ലാ ദിവസവും ആക്കിയെടുക്കും. അപ്പോൾ കുട്ടികൾക്ക് നല്ല സന്തോഷമാവുമല്ലോ, അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും പൊരി ആക്കും. അപ്പോൾ ഇന്ന് സമൂസയും അതുപോലെ തന്നെ ഒരു മധുരമുള്ള കടിയാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഇതാ ഫിലുവും തന്നെയാണ് അധികവും ഈ ഒരു സമൂസ മടക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ സമൂസയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൻ്റെ അടിയിൽ വെച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഫ്രൈ ചെയ്യുമ്പോൾ എടുത്താൽ മതി പിന്നെ ഫ്രിഡ്ജിൽ നിന്നും. അപ്പോൾ ഇന്ന് മന്തിയാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് ഉള്ള അരി കഴുകിയെടുത്ത് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി മന്തിക്കുള്ള ചിക്കൻ ഇതാ നമുക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാം. മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം, അതുപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് ഇത് ഞാൻ ആദ്യം തന്നെ കുറച്ച് നേരം ഇതുപോലെ ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മുന്നേ തന്നെ അങ്ങനെ റെഡിയാക്കി വെച്ചാൽ മസാല നല്ലപോലെ ചിക്കനിലേക്ക് പിടിക്കും. അപ്പോൾ കുറച്ച് മുന്നേ റെഡിയാക്കി വെക്കുക. ഇനി ഇതാ നമ്മൾ ഏത് പാത്രത്തിലാണോ മന്തി റെഡിയാക്കി എടുക്കുന്നത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് റെഡിയാക്കി എടുക്കാം. തുടങ്ങി. ഇതാ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് പുകയിച്ചെടുക്കാം.
കഞ്ഞി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പിന് കഞ്ഞി കുറച്ച് റെഡിയാക്കി എടുക്കാറുണ്ട്. തറാബി കഴിഞ്ഞിട്ട് കുടിക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് സമൂസ ഇതാ പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരു 6 മണീൻ്റെ മുന്നേ ആയിട്ട് സമൂസയും പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ സ്നാക്കായിട്ട് കായ്പോളയാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 2 ഐറ്റമാണ് ഇന്നത്തെ സ്നാക്ക്. അപ്പോൾ ജ്യൂസായിട്ട് പൈനാപ്പിളും ഓറഞ്ചും മിക്സ് ജ്യൂസാണ്. പിന്നെ നമ്മുടെ ചിക്കു, ഈ ഒരു ജ്യൂസാണ് ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ആദ്യം ജ്യൂസും സ്നാക്കും ഒക്കെയാണ് നോമ്പ് ബാങ്ക് കൊടുത്താൽ കഴിക്കാറ്. പിന്നെ ബാങ്ക് കൊടുത്ത് പിന്നെ നിസ്കാരം ഓർത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോറ് കഴിക്കാറ്. പിന്നെ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കഞ്ഞി കുടിക്കാറ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നോമ്പ് തുറ വിശേഷം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.